ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളും ഒക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ തന്നെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ്? പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത്. 10 of Wands എനർജി വന്നിട്ടുണ്ട്. 4 of Cups എനർജി വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോട്ട്സ് എനർജി വന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് നോക്കിയിട്ട് ബാക്കിയെടുക്കാം. അപ്പോൾ 10 of Wands എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ ഓവറായിട്ട് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി പറ്റിയത്. അത് അവരുടെ കറണ്ട് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണ് ഒരു ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് അവർക്കൊരു പാഠമാണ് അവരുടെ ലൈഫിനകത്ത് കൊടുക്കുന്നത്. ഒരു പാഠമാണ്, ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇത്രയും നാളും അവരനുഭവിക്കാതിരുന്ന ചില അവസ്ഥകൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് പഠിച്ചെടുത്തത്. അതായത് ഒരുപാട് ലെസൺസ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത് കാരണം തന്നെ ഇവർക്ക് ഇതൊരു ക്യൂരിയോസിറ്റിയാണ്. ഈ റിലേഷൻഷിപ്പ് ഇനി എന്താ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് ഇനി എന്താണ്, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്സ് ഈ പേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്പയറിങ് ആവുന്നുണ്ട് ഇവർ ഭയങ്കരമായിട്ടും. നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനകത്തോട്ട് വന്നതിൻ്റെ ശേഷമാണ് അവരുടെ ലൈഫിൽ നടക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇമോഷണലി ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെയധികം ചേഞ്ചുകൾ, അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ നിങ്ങളുടെ ഈ ബന്ധം കാരണം ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് സ്ട്രഗിളിംഗ് ആണ് ഇവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് സ്ട്രെസ് ആണെന്ന് പറയുന്നത്. ഓവർലോഡഡ് ആയിട്ടുള്ള അവരുടെ ചിന്ത, അവർ ഒരുപാട് ചിന്തിക്കേണ്ടി വരുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് കാരണം. അപ്പം അതാണ് അവർക്ക് സ്ട്രെസ്സായിട്ട് കാണിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അവർ തന്നെ സ്വയം വിചാരിക്കുന്നുണ്ട് ആരടുത്ത് നിന്നും, ഇവൻ ഇപ്പം അവർക്ക് പാസ്റ്റിൽ വേറെ എക്സ് ഉണ്ടായിരിക്കാം, അവർക്ക് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷെ അതിൽ നിന്നൊന്നും ഇവർക്ക് കിട്ടാത്ത ചില വാല്യുബിൾ ആയിട്ടുള്ള ചില പാഠങ്ങൾ അത് നിങ്ങളുടെ ഈ ബന്ധത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ 4 of Cups എനർജിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രപ്പോസൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഗെയിൻ നിങ്ങളുടെ സ്നേഹം അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്തോട്ട് പലപ്പോഴും വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവരത് ക്യാൻസൽ ചെയ്യാണ്. അവർ വരുന്നുണ്ട്, പക്ഷെ വന്നത് എഗെയിൻ അവർ പിന്നെയും ക്യാൻസൽ ചെയ്യാണ്. അതായത് വരണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, വരുന്നില്ല ആ ഒരു എനർജിനകത്ത്. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര സെക്യൂർഡ് ആയിരുന്നു. ഓക്കെ, അതായത് ഇവർ ഭയങ്കരമായിട്ട് സ്റ്റെബിലിറ്റിയോടെയാണ് ഇവർ നിന്നിട്ടുണ്ടായിരുന്നത്, വളരെ സെക്യൂർഡ് ആയിട്ട്. ബിക്കോസ് നിങ്ങൾ ചിലപ്പം അവരങ്ങനെ ആയിരിക്കാം കെയർ ചെയ്തിട്ടുണ്ടാവുക, അവർക്ക് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവുക, അങ്ങനെ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ അവർ ഭയങ്കര സെക്യൂർഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളെ അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള മൊമെന്റ്സ് ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 3 of Pentacles എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഈ പേഴ്സണിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് ഇവർ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എനർജിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഫ്രണ്ട്ലി ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ചിലപ്പം ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം. ഈ റിലേഷൻഷിപ്പ് നല്ലൊരു സ്മൂത്ത് ഗോയിങ്ങിലൂടെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പം ആ സമയത്ത് ആ പേഴ്സൺ ഭയങ്കര ബോൾഡായിട്ട് ഒന്നും അങ്ങനെ എന്താ പറയുക, അങ്ങനെ അത്രയും ഓപ്പൺഡ് ആവാത്ത ഒരാളെ പോലെ നിന്നിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പം കറൻ്റ്ലി അവരുടെ എനർജീനകത്ത് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്നേഹമാണ് ഇപ്പം ഈ പേഴ്സൺ തോന്നുന്നത്. മീൻസ് അവർ ഫ്രണ്ടായിട്ട് കാണുന്നു എന്നല്ല, അത്രയും
അവരുടെ സ്വഭാവത്തിനകത്ത് വന്നിട്ടുള്ള മാറ്റമാണിത്. അതായത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവരങ്ങനെ ഓപ്പൺ ആവാറില്ല, ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാറില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ ഇപ്പം മാറി ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ആ പേഴ്സന്റെ അവരുടെ സ്വഭാവം മാറിയതുപോലെ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാറിയ ഒരു എനർജി. ഹാങ്ഡ് മാൻ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ ഇപ്പോഴും സ്റ്റക്കാണ്. അതായത് പാസ്റ്റിലുള്ള ഒരു കാര്യങ്ങളും ഈ പേഴ്സൺ വിട്ട് കളഞ്ഞിട്ടില്ല. അവരിപ്പോഴും അതിനെ മുറുകെ പിടിക്കുന്നുണ്ട്, അവർ ഓർക്കാറുണ്ട്, അവരതിൽ ചില ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാറുണ്ട്. മീൻസ് നിങ്ങളുടെ കൂടെയുള്ള ചില മൊമെന്റ്സ് അവർക്ക് ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പം കൂടുതലും സൈലന്റ് ആയിട്ടിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. അതായത് കാം ആൻഡ് ക്വയറ്റ് ആണ് ഈ പേഴ്സൺ. പിന്നെ എന്നാലും ഇവരുടെ ലൈഫിൽ ഈ അവസ്ഥകൾ എന്തുകൊണ്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഈ പേഴ്സന്റെ മനസ്സിലുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് ഇടപെടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഈ പേഴ്സൺ സ്വയം ചോദിക്കുന്നുണ്ട്. മീൻസ് അവർ സ്റ്റക്കാണ്. അവർ ഈ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത് സ്റ്റക്കായിട്ട് പോസായിട്ട് നിൽക്കുന്ന ഒരാളുടെ എനർജിയാണ്. ആക്ഷൻ ഇല്ല. അവരുടെ മനസ്സിലുള്ള ചിന്തകളും അതുപോലെ തന്നെ ആലോചനയും മാത്രമേ ഉള്ളൂ, ആക്ഷനായിട്ട് അവർക്ക് എടുക്കുന്നില്ല. മേ ബി നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും, വളരെ നല്ല കാര്യം. അല്ലാതെയുള്ള എനർജീനകത്ത് ഇവിടെ പറയുന്നത് സ്റ്റക്കഡ് ആളുടെ എനർജിയാണ്. ഓക്കെ, ഹെർമിറ്റിന്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. സോ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ലൈഫിനാണ്. അവർ ആലോചിച്ചോട്ടെ, അവരുടെ മനസ്സിലുണ്ടായിക്കോട്ടെ, പക്ഷെ അവർ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ലൈഫിന് തന്നെയാണ്. അത് സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അതായത് ഒരു ഈഗോ ഉള്ളതുപോലെയാണ്. അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിനെ തന്നെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. ഈ പേഴ്സണ് നിങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആലോചിക്കാറുണ്ട്. ഇവർ ഒരുപാട് നേരം നിങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജി വരുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിൻ്റെ ഇടയിലുണ്ട് എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഇടയിൽ, രണ്ടുപേരുടെ ഇടയിലായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. സോ അത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. 8 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ഒബ്സസ്ഡ് ആണ്. അതായത് ഈ വ്യക്തി സ്പൈ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള മെമ്മറീസ് എല്ലാം റിവൈൻഡ് ചെയ്ത് ആലോചിക്കാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ്നെസ് ആണ്. അതായത് വേറെ എവിടെയും പോകാൻ പാടില്ല, അവരുടെ സ്നേഹം അവർക്ക് മാത്രമായിരിക്കണം. മീൻസ് നിങ്ങളുടെ സ്നേഹം അവർക്ക് മാത്രമായിരിക്കണം, അത് വേറൊരു വ്യക്തിക്ക് പോവരുത്, അല്ലെങ്കിൽ വേറെ ആരുടെത്തോട്ട് പോവരുത്, ഫാമിലിക്ക് പോലും പോവരുത്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പൊസസീവ്നെസ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നതായിട്ടും ഇവരുടെ എനർജീനകത്ത് കാണുന്നുണ്ട്. കുറച്ചും കൂടി നോക്കാം അവരുടെ ഫീലിങ്സ് എന്താണ്. ഫീലിങ്സ് എന്താണ്? സ്ട്രെങ്ത്തിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഴ്സണ് നിങ്ങളുടെ കൂടെ സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് കൊണ്ടുവരണം എന്നുള്ളത്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ കംഫർട്ട് ആക്കണം, അതുപോലെ തന്നെ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനുണ്ട്. പിന്നെ വെൽത്തി ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. കാരണം ഇവർ ഇതിനകത്ത് വളരെ സെക്യൂർഡ് ആണ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് ഈ പേഴ്സൺ വളരെ സെക്യൂർഡ് ആണ്. അതിപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വെൽത്തി റിലേഷൻഷിപ്പ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. 5 ഓഫ് സോർട്സിന് എനർജിയാണ്. ഇതൊരു ചീറ്റിംഗ് കാർഡാണ്. മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ റിലേഷൻഷിപ്പിനെ അബ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തത് നിങ്ങളുടെ പേഴ്സൺ ആണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതായത് വാല്യൂ മനസ്സിലാക്കാതെ റിലേഷൻഷിപ്പിനകത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന്റെ വാല്യൂ മനസ്സിലാക്കാതെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വിലയും കൊടുക്കാതെ പെരുമാറിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ വ്യക്തിയാണ് എന്ന് ഈ വ്യക്തിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവര് ഇപ്പോഴാണ് ഇതിന്റെ വാല്യൂ അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത്. 7 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിലും തേർഡ് പാർട്ടീൻ്റെ കൂടെ മൂവ് ചെയ്യുകയാണെങ്കിലും അവരുടെ മനസ്സുള്ളത് നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, അതായത് മനസ്സോടെ മൂവ് ചെയ്ത് പോവാണ്. അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ്. ഫീലിങ്സ് എന്താണ്? 2 ഓഫ് വാണ്ട്സിന് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളെ ട്രാവൽ ചെയ്ത് വന്ന് കാണാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ട്രാവലിംഗ് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ട്രാവൽ ചെയ്യാനുള്ള സാധ്യത കാണാനുണ്ട്. സോ നിങ്ങൾ ട്രാവൽ ചെയ്ത് വന്ന് മീറ്റ് ചെയ്യാനുള്ള
ഒരു സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസോ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. റീകൺസിലേഷൻ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. പോസിറ്റീവാണ് ക്ലെയിം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇവർ ഭയങ്കരമായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില ഡിസിഷൻസ് എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുക്കാതെ, അതായത് ചിലപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ആയിരിക്കാം, ആക്ഷൻ എടുക്കാതെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജി ഇവിടെ ഉണ്ട്. പക്ഷെ അവർ ട്രാവൽ ചെയ്ത് നിങ്ങളെ മീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. മീൻസ് നേരിട്ട് നിങ്ങളെ കണ്ട് സംസാരിക്കാനുള്ള സാധ്യത. നിങ്ങൾ നേരിട്ട് കാണുമ്പോഴായിരിക്കാം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നത്. അപ്പം നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ടെമ്പറൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് വരുന്നുണ്ട്. പക്ഷെ അതിനെ മാക്സിമം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് അവരുടെ കൺട്രോളിൽ തന്നെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരുപാട് ഫീലിങ്സ് ഈ പേഴ്സൺ ഉണ്ട്. ഒഴുകുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ ലിമിറ്റിന് ക്രോസ് ചെയ്തിട്ട് ഫീലിങ്സ് വരുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം ഇവർ ബാലൻസിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. എക്സ്പ്രസ് ചെയ്യുന്നില്ല, പുറത്തോട്ട് പറയുന്നില്ല. അതിനെ മാക്സിമം ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കുകയാണ്. 6 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യം ഷെയർ ചെയ്യാൻ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അടുത്ത് ഓപ്പൺഡായിട്ട് സംസാരിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഷെയർ ചെയ്യണവർക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അത് അവർ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സഹായിച്ചതുപോലെ തിരിച്ച് സഹായിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ്സ് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 8 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇത് വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് സഡൻ ആയിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നിട്ട് ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, കോള്, അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് അഴിക്കുക, അങ്ങനെയുള്ള എന്തോ ഒരു ഗുഡായിട്ടുള്ള എന്തോ ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള പോലെയുള്ള എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് ഫാസ്റ്റ് ആയിട്ട് എത്തുന്നുണ്ട്. നിങ്ങൾക്കത് അൺഎക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. മീൻസ് നിങ്ങളത് വിചാരിക്കാത്തൊരു സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്കത് വളരെയധികം ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും എന്നുള്ളത് കാണുന്നുണ്ട്. ഡബിളുടെ എനർജി വന്നിട്ടുണ്ട്. ഫിസിക്കൽ അട്രാക്ഷൻ വളരെയധികം ഉണ്ട് ഈ പേഴ്സൺ. അതുപോലെ തന്നെ സെക്ഷുവലി നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചില ഷാഡോ സെൽഫ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആർഗ്യുമെന്റ്സ് കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു വേദന പോലെ അല്ലെങ്കിൽ ഇരുട്ട് പോലെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. റൊമാൻറ്റിക് എനർജി ഉണ്ട് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത്. 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാര്യങ്ങളും ഇവർ മറന്നിട്ടില്ല. പാസ്റ്റിനെ ഇപ്പോഴും അവർ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പാസ്റ്റിലുള്ള ഒരു കാര്യങ്ങളും അവർ മറന്നിട്ടില്ല. അതിൽ ഹാപ്പി മെമ്മറീസ് അവർക്ക് ഒരുപാടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് മറക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. എല്ലാം ഹാപ്പി മെമ്മറീസ് ആയിട്ട് ഇവർ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അവരൊരു കുട്ടിയായിട്ട് മാറുകയാണ് എന്നുള്ള രീതിയിലാണ്. അതായത് ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിപ്പോവാണ്. അത്രത്തോളം മെമ്മറീസും കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ പേഴ്സണ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനമായിട്ട് 7 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അവർക്കൊരു ചാലഞ്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ട്. അവരെ പാഠങ്ങൾ പഠിപ്പിച്ചതും പല കാര്യത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളുടെ വരവിലൂടെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ചാലഞ്ച് പോലെയാണ്. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇനി എന്താ നടക്കുക എന്നുള്ളത്. അതുപോലെ ചാലഞ്ച് പോലെയാണ് ഈ പേഴ്സൺ ഇതിനെ കാണുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ പറയേണ്ട ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയാലേ, രണ്ടുപേരും കമ്മ്യൂണിക്കേഷനിൽ ഒരേപോലെ വന്നെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ഗോയിങ്ങിലേക്ക് പോവുക. അപ്പോൾ ഒരാൾ ക്ഷമിച്ചു വരുന്നു, ആ സമയത്ത് മറ്റേ ആൾ മാറി നിൽക്കുന്നു, അങ്ങനെയെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് സോൾവ് ആവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ഗോയിങ്ങിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെ ഹാർഡ് വർക്കും കൊടുക്കണം, രണ്ടുപേരും ഒരേപോലെ തന്നെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജ് നോക്കാം. ചാരിയറ്റിൻ്റെ എനർജിയാണ് വന്നത്. നിങ്ങൾ എടുക്കുന്ന ഡിഫിക്കൽട്ടിന് നിങ്ങൾക്ക് ഒരു സക്സസ് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് മെസ്സേജ്. സ്പീക്ക് യുവർ മൈൻഡ് ടു സോൾവ് യുവർ പ്രോബ്ലംസ്. അതായത് നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നു. നിങ്ങളിപ്പം എന്താണോ ആ രീതിക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് ആക്ഷൻ എടുത്ത് പോകൂ. അതായത് നിങ്ങളിപ്പം എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വേവ് ലെങ്ത്, ആ ലൈഫ് പോകുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ മൂവ് ചെയ്യൂ എന്നുള്ളതാണ് ഗൈഡൻസ് ആയിട്ട്. ഇനി സോഡിയക് സൈൻ നോക്കാം.
അക്യൂറിയസ് വന്നിട്ടുണ്ട് അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ക്യാൻസർ വന്നിട്ടുണ്ട് പൂർണ്ണതം, പൂയം, ആയില്യം. കാപ്രിക്കോൺ ഉത്രാടം, തിരുവോണം, അവിട്ടം. ജമിനി വന്നിട്ടുണ്ട് മകീരം, തിരുവാതിര, പൂർണ്ണതം. ജമിനി എഗെയിൻ വന്നിട്ടുണ്ട്. ലിബ്ര വന്നിട്ടുണ്ട് ചിത്തിര, ചോതി, വിശാഖം. അക്യൂറിയസ് വന്നിട്ടുണ്ട് അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ലിയോ വന്നിട്ടുണ്ട് മകം, പൂരം, ഉത്രം. ജമിനി വന്നിട്ടുണ്ട് മകീരം, തിരുവാതിര, പൂർണ്ണതാണ് ജമിനി. അവസാനമായിട്ട് കാപ്രിക്കോൺ. ഉത്രാടം, തിരുവോണം, അവിട്ടമാണ് കേട്ടോ. ഇനി ക്ലൂസും കൂടി നോക്കാം. $28 വന്നിട്ടുണ്ട് ലെറ്റർ സി. 47 ലെറ്റർ എ, ലെറ്റർ എസ്, ലെറ്റർ ടി. ലെറ്റർ എൻ വന്നിട്ടുണ്ട് 26. ലെറ്റർ ജെ നമ്പർ 1. 21 90 ലെറ്റർ എൻ, ലെറ്റർ എഫ്. ലെറ്റർ ക്യൂ വന്നിട്ടുണ്ട് ലെറ്റർ എം. 37. ലെറ്റർ പി ക്യൂ നമ്പർ 1. ലെറ്റർ എൽ 21. 31 ലെറ്റർ ടി. ഇത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ സ്പെല്ലിംഗ് ആയിരിക്കാം, നെയിമിൻ്റെ സ്പെല്ലിംഗ് ആയിരിക്കാം, ലെറ്റേഴ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, ഇഷ്ടമുള്ള നമ്പേഴ്സ് എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, പേഴ്സൻ്റെ നെയിം, ലെറ്റേഴ്സ് ഓർ ബർത്ത്ഡേ ഡേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ഇതാണ്. ഇതിൽ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു, റീകൺസിലേഷൻ ഉണ്ട്, കോണ്ടാക്ട്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.